ചിത്തിനി ഇന്നലെ റിലീസായ മലയാള സിനിമയാണ്. ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ജോണറിൽ വരുന്ന സിനിമയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, ദ ലെജൻഡറി ഫിലിം മേക്കർ, അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയാണിത്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ തിരക്കഥയും സംഭാഷണവും സംവിധാനവും ചെയ്തിരിക്കുന്നത്. കഥ വേറെ ആരുമാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ഷനും പുള്ളി തന്നെയാണ്. പുള്ളിയുടെ എല്ലാ പടവും പുള്ളി വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ കോടികൾ പുള്ളിക്ക് തന്നെ കിട്ടുന്നു. അതുകൊണ്ട് പുള്ളി വേറെ ആരെയും അതിലേക്ക് എടുക്കുന്നില്ല. പുള്ളി തന്നെയാണ് പ്രൊഡക്ഷനും ചെയ്യുന്നത്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ യെറ്റ് അനദർ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ മാജിക് പ്യുവർ സിനിമയാണിത്. എല്ലാം കൊണ്ടും പരിപൂർണ സമ്പന്നമായ അത്യുഗ്രൻ സിനിമയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ നെവർ ഡിസപ്പോയിൻറ്റ്സ് ഇൻ ഡിസപ്പോയിൻറ്റിങ് അസ്. അതാണ് പുള്ളിയുടെ ഒരു പോളിസി. ഇദ്ദേഹത്തിൻ്റെ മുൻപത്തെ സിനിമ കള്ളനും ഭഗവതിയും അത് കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തിയേറ്ററിൽ കണ്ടില്ല, കഴിഞ്ഞ ദിവസം ഫോണിലാണ് കണ്ടത്. ആ സിനിമ കണ്ടിട്ടും ഈ സിനിമയ്ക്ക് ഞാൻ പൈസ കൊടുത്ത് കയറിയത് ഒരു വലിയ കാര്യമാണെന്ന് ആ സിനിമ കണ്ടവർക്ക് പറയാൻ പറ്റും. അവരൊക്കെ ചിലപ്പോൾ എനിക്കൊരു സല്യൂട്ട് തരുന്നുണ്ടായിരിക്കും. കാരണം അത്രയും മികച്ചൊരു സിനിമയായിരുന്നു അത്. ഈ സിനിമയുടെ കാസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അമിത് ചക്കാലക്കൽ, വിനയ് ഫോർട്ട്, മോക്ഷ, പിന്നെ വിനയ് ഫോർട്ടിൻ്റെ പേരായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ജോണി ആൻ്റണി, മണികണ്ഠൻ ആചാരി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, സുപരിചിതമായിട്ടുള്ള മുഖങ്ങളുണ്ട്. അത് പിന്നെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എല്ലാ സിനിമ ചെയ്യുമ്പോഴും അങ്ങനെയാണല്ലോ. പുള്ളിക്ക് ആർട്ടിസ്റ്റിനെ കിട്ടും. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഹോൾഡ് കൊണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ വിഷ്ണു ഉണ്ണികൃഷ്ണനായാലും അമിത് ചക്കാലക്കലായാലും ഒക്കെ സെക്കൻഡ് ഒരു തേർഡ് ടയർ ഹീറോസ് ആണെന്ന് പറഞ്ഞാൽ പോലും ഇദ്ദേഹത്തിൻ്റെയൊക്കെ സിനിമ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാലോ ഇത് ഫ്ലോപ്പ് ആയിരിക്കുന്നത്. വെറുതെ എന്തിനാണ് തല വെച്ച് നിങ്ങളുള്ള വിലയും കൂടെ കളയുന്നത്. കാരണം അമിത് ചക്കാലക്കലൊക്കെ ഇത്രയും മോശമായിട്ട്, ഇത്രയും നല്ല പുള്ളി മോശമായിട്ട് ഇതിനു മുമ്പ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ വളരെ മോശം. പുള്ളിയുടെ ഡയലോഗാണ് ഇതിൽ, വരൂ വരൂ, എങ്ങോട്ട് വരാൻ? ഇത് മറ്റേ പഴയ കാലത്തിലെ മറ്റേ നമ്പൂതിരി ഇല്ലത്തെ തറവാട്ടിലെ ആൾക്കാരൊക്കെ പറയുന്ന പോലെ വരൂ, ഇത് അങ്ങോട്ട് വരൂ, എൻ്റെ കൂടെ വരൂ എന്നൊക്കെ. ഭയങ്കര ഓക്വേഡ്. ഒരു വലിയ കല്യാണം കഴിഞ്ഞിട്ട് മോക്ഷയുടെ ക്യാരക്ടറെ കൊണ്ട് ഒരു വലിയ വീട്, ഒരു 2 നില ഉഗ്രം വീട്ടിൽ വന്നിട്ട് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ സൗകര്യങ്ങളിൽ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്ത് ചോദ്യമാണ്. അപ്പോൾ അപ്പുറത്ത് മോക്ഷ, കുഴപ്പമില്ല, എനിക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന്. അതായത് 2 നില ഒരു വലിയ ഉഗ്രം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതിലും എന്ത് സൗകര്യമാണ് വേണ്ടത്? ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്താ 10 നില വീട്ടിലാണ് താമസിച്ച് വളർന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത്. പിന്നെ വിനയ് ഫോർട്ടാണ് ഇതിൽ മോശമില്ലാതെ ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ. വിനയ് ഫോർട്ടിൻ്റെ പേരായിട്ട് അഭിനയിച്ച കുട്ടിയും കുഴപ്പമില്ലായിരുന്നു. പിന്നെ പ്രേതമായിട്ട് ഒരു ആൾ അഭിനയിച്ചിട്ടുണ്ട്, എനിക്ക് പുള്ളിക്കാരുടെ പേരറിയത്തില്ല, വൻ തോൽവി. പിന്നെ ഇതിൽ കുറച്ച് കോമഡികളൊക്കെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എഴുതി ഫലിപ്പിച്ചിട്ടുണ്ട്, കൊള്ളായിരുന്നു. അതായത് മറ്റേ വിനയ് ഫോർട്ടിൻ്റെയും പേരും തമ്മിലുള്ള ക്യാരക്ടർ അത് ഇടയ്ക്കിടയ്ക്ക് സെയിം സാധനങ്ങളുണ്ട്. പ്രേതത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് ആദ്യം വിനയ് ഫോർട്ടിൻ്റെ ബെസ്റ്റ് ബെസ്റ്റീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം പുള്ളിക്കാരി ചോദിക്കും, നിനക്ക് പ്രേതങ്ങളെ പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വിനയ് ഫോർട്ട് പറയും, ഇല്ലില്ല, എനിക്കാകപ്പാട് അവിടെ ഒറ്റ പ്രേതത്തെ അറിയത്തുള്ളൂ, നിൻ്റെ അച്ഛൻ, ഹ ഹ ഹ. അടുത്ത കോമഡി, ഇതേ അടുത്ത സീനിൽ തന്നെ സെയിം ഡയലോഗ്. നിനക്ക് ഇപ്പം പുള്ളിക്കാരുടെ ബെസ്റ്റ് ചോദിക്കും വിനയ് ഫോർട്ടിനോട്, നിനക്കിപ്പോൾ പ്രേതമായിട്ടാണോ കമ്പനി, അങ്ങനെ എന്തോ ചോദിക്കും. അപ്പോഴത്തേക്ക് വിനയ് ഫോർട്ട്, എനിക്കാകെ ഒരു പ്രേതത്തെ അറിയത്തുള്ളൂ, അത് നീ, അഹഹ. ഫുൾ കോമഡി, തിയേറ്റർ ഫുൾ ചിരി. അത് തന്നെ ആയിരിക്കുമല്ലോ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ ഉദ്ദേശം. അതേതായാലും നടന്നു. അങ്ങനെ കിടിലൻ സിനിമയാണ് ചിത്തിനി. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമയാണ്. എൻ്റെ 130 രൂപ അത് ഞാൻ വേറെ എന്ത് ചെയ്താലും അത് മുതലാവത്തില്ലായിരുന്നു. അത്രയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഈസ്റ്റ് കോസ്റ്റ് വിജയണ്ണൻ സമ്മാനിച്ചു. താങ്ക് യു ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടാ ഫോർ ദിസ് മാഗ്നിഫിഷ്യൻറ്റ് എക്സ്ട്രാ-ഓർഡിനറി ബ്രില്യൻ ഫിലിം. അപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് ഇല്ല ഇതിന്. ഇത് 5 ഔട്ട് ഓഫ് 5 അല്ല, അതിലും കൂടുതലാണ് ഈ സിനിമയ്ക്ക് റേറ്റിംഗ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ റേറ്റിംഗ് പറയുന്നില്ല. അടുത്ത ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ മാജിക്കിനായി കാത്തിരിക്കുന്നു.